അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി മീൻ മുളകിട്ട് തയ്യാറാക്കാം. ഈ പുളി വെച്ചിട്ട്, ഓർക്കാപ്പുളി വെച്ചിട്ട് നല്ലൊരു മീൻ കറി. നിങ്ങൾക്ക് കുടംപുളി ഇട്ട് വെച്ചാലോ വാളംപുളി ഇട്ട് വെച്ചാലോ ഒന്നും ഈ പുളി ഇട്ട് വെക്കുന്ന ടേസ്റ്റ് ഒരിക്കലും കിട്ടൂല. അത്രക്കും ടേസ്റ്റിയാണ് ഈ മീൻ കറി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി എടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്. ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ച് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായി വരട്ടെ. അതുവരെ നമുക്ക് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഓർക്കാപ്പുളി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 10 ഓർക്കാപ്പുളി നടു മുറിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് തീരെ ചേർത്തിട്ടില്ല, ഞാൻ കല്ലുപ്പാണ് ചേർത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. പുളി നന്നായി വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ നെയ്മീനാണ് ഉപയോഗിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ മുളകിട്ടത് ഓർക്കാപ്പുളി ഇട്ട് മുളകിട്ടതാണ്. നല്ല ടേസ്റ്റിയാണിത്. മറ്റുള്ള കുടംപുളിയോ വാളംപുളിയോ എന്തിട്ട് വെച്ചാലും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് കിട്ടൂല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.